വെൽക്കം ടു ജെ2 മീഡിയ. എല്ലാ കൂട്ടുകാർക്കും ജെ2 മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് രണ്ടാമത്തെ സിനിമയുടെ ആദ്യം നമ്മൾ ആവേശം സിനിമയുടെ റിവ്യൂ ഇച്ചിരി വൈകിയാണെങ്കിലും 4 മണിക്ക് ശേഷം ഇട്ടിരുന്നു. ഉച്ചയ്ക്ക് 1 മണിക്കത്തെ ഷോയ്ക്കാണ് വർഷങ്ങൾക്ക് ശേഷം സിനിമ കണ്ടത്. അപ്പൊ അത് 4-4:30 ആയപ്പോൾ തീർന്നെങ്കിലും അടുത്ത ഷോ ജയ് ഗണേഷ് സിനിമ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ സിനിമയുടെ റിവ്യൂ എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല. അപ്പൊ അത് ഇപ്പം ചെയ്യുവാണ്. എന്തായാലും തന്നെ വർഷങ്ങൾക്ക് ശേഷം സിനിമ റിവ്യൂ ആണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം, അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാർ ലൈക്ക് ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് റീച്ച് എത്തിയേനെ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നു. കാരണം ഈ സിനിമ എങ്ങനെയുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. അതുകൂടാതെ നിങ്ങളുടെ ഇന്ന് ഏതൊക്കെ സിനിമ കണ്ടിട്ടുണ്ടോ ആ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ സിനിമയും കമന്റായിട്ട് രേഖപ്പെടുത്തിയാൽ നല്ലതായിരുന്നു. എന്തായാലും തന്നെ നമുക്ക് വർഷങ്ങൾക്ക് ശേഷം സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ വിനീത് ശ്രീനിവാസന്റെ ഒരു നമുക്കറിയാം സ്ഥിരം പാസം സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ഇപ്പം ഇതിനു തൊട്ട് മുമ്പ് ഇറങ്ങിയ ഹൃദയം സിനിമയിലെ ആ ഒരു പാറ്റേണിൽ തന്നെ സാധാരണ നമ്മൾ വിനീത് ശ്രീനിവാസന്റെ സിനിമകളൊക്കെ കാണുമ്പോൾ ഒരു മ്യൂസിക്കിന് വലിയൊരു ഘടകം ഉണ്ടെന്ന് തന്നെ നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ഇങ്ങനെ പുതുക്കെ ആദ്യം തുടക്കത്തിൽ തന്നെ ഇങ്ങനെ തുടങ്ങി അവസാനം വരെയും ആ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നതിൽ ഒരു പ്രധാന പങ്ക് ഈ എല്ലാ വിനീത് സിനിമകൾക്കും ഉണ്ട്. അത് ഈ സിനിമയ്ക്ക് ഒട്ടും കുറച്ചിട്ടില്ല. അവിടെ കിടുക്കാച്ചി മ്യൂസിക്കുകൾ നമുക്ക് നല്ല ഈണത്തിലും താളത്തിലും ഒപ്പം ഒരു 2-2.25 മണിക്കൂർ സിനിമ നമുക്ക് പോകുന്നത് അറിയാതിരിക്കാനായിട്ട് ഈ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നതിൽ വലിയൊരു നിർണായകമായിട്ട് പങ്കുവഹിച്ചെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. എന്തായാലും തന്നെ മ്യൂസിക് കൈകാര്യം ചെയ്ത അമൃത് രാംനാഥാണ്. എന്തായാലും നല്ല സൂപ്പറായിട്ട് നമുക്ക് ആ ഒരു ഒഴുക്കിനൊത്ത് മ്യൂസിക് നമുക്ക് അനുഭവപ്പെട്ടു. എന്തായാലും നല്ല രീതിയിൽ എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഹൃദയം സിനിമയ്ക്ക് ശേഷമുള്ള നല്ലൊരു ഒഴുക്കിനൊത്ത ഒരു വെറൈറ്റി നമ്മളുടെ മനസ്സിനെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന തരത്തിൽ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ആ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് വിനീത് ശ്രീനിവാസന്റെ സിനിമകൾക്കെല്ലാം തന്നെയുള്ള ഒരു ഇമ്പാക്റ്റ് ആണ്. അത് ഈ സിനിമയിൽ നമുക്ക് തുടക്കം മുതൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും തന്നെയും ഡയറക്ഷൻ കഥ ഒന്നും പറയാനില്ല. കാരണം അദ്ദേഹത്തിന്റെ പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾ എന്താഗ്രഹിക്കുന്നു അതിനൊത്ത ഒരു എക്സ്പീരിയൻസ് തിയേറ്ററുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന രീതിയിലുള്ള സിനിമകളാണ് അദ്ദേഹം ചെയ്യാറുള്ളത്. എന്തായാലും തന്നെ ഒന്നോട് ഊട്ടി ഉറപ്പിച്ചിരിക്കുകയാണ്. എന്താണോ മലയാളികൾ കുടുംബസമേതം തിയേറ്ററുകളിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്നത്, ഒരു മോശം വാക്കുകളോ അല്ലെങ്കിൽ വേറൊരു രീതിയിലേക്ക് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഒന്നും തന്നെ സിനിമയെ കൊണ്ടുപോകാതെ വളരെ രസകരമായിട്ട് നല്ല കോമഡി ട്രാക്കിലും ആ സിനിമയ്ക്കുള്ളിലെ സിനിമയെ വളരെ രസകരമായിട്ട് അവതരിപ്പിച്ച് നമുക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോൾ ആ ഡെലിവറി ചെയ്യുന്ന സാധനം നമുക്ക് നല്ല രീതിയിൽ സംതൃപ്തിയോടുകൂടി കണ്ടിരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അത് വിനീത് ശ്രീനിവാസന്റെ കഴിവ് നമുക്ക് നേരത്തെ അറിവുള്ളതാണ്. അത് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിൽ ഇപ്പം ഏറ്റവും നല്ല ബെസ്റ്റ് സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം സിനിമയും അതിൻ്റെ അകത്ത് ഒന്നായിട്ട് പരിഗണിക്കാൻ പറ്റും. അത്രയ്ക്ക് നല്ല രീതിയിൽ അതിന്റെ ഒരു സ്റ്റോറി ആയാലും അതുകൂടാതെ ഡയറക്ഷൻ ആയാലും മുന്നോട്ട് പോയെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഇതിന്റെ ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒന്നിനൊന്ന് പ്രശംസ അർഹിക്കുന്ന തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് വർക്കുകളെല്ലാം തന്നെ നടന്നെന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയം കാണത്തില്ല. എന്തായാലും തന്നെ എനിക്ക് പേഴ്സണലി ഈ 2-3 കാര്യങ്ങൾ വളരെ മ്യൂസിക്, ഡയറക്ഷൻ, കഥ, ഈ 3 കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ എൻഗേജിങ് ആയിട്ട് തോന്നി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും തന്നെ മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു കഥാ പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലഘട്ടം കാണിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ പ്രസന്റ്ലി നടക്കുന്ന കാലഘട്ടമാണ് കാണിക്കുന്നത്. എന്തായാലും തന്നെ മനുഷ്യന്റെ ഒരു ഇതുണ്ടല്ലോ, കൂട്ടുകെട്ടിൽ ഉണ്ടാകുന്ന അതിൽ നിന്നും ചെന്നൈ സിറ്റിയിലേക്ക്, സിനിമയ്ക്കുള്ളിലെ സിനിമയാണല്ലോ കഥ എന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. അപ്പൊ എന്തായാലും തന്നെ സിനിമയുടെ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെന്നൈ സിറ്റിയിലേക്ക് വണ്ടി കയറുന്നു. പണ്ട് മദ്രാശിയായിരുന്നു. അപ്പൊ ആ മദ്രാശിയിലേക്ക് വണ്ടി കയറി അവിടെ ചെന്ന് അനുഭവിക്കുന്ന കാര്യങ്ങളും പിന്നെ കൂട്ടുകെട്ടിൽ ഒരാള് ഇങ്ങനെ സിനിമയ്ക്കുള്ളിലെ സിനിമകളുമായിട്ടൊക്കെ ഇങ്ങനെ മുന്നോട്ട് സ്റ്റെപ്പ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന സംഭവവികാസങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് ഒരു ബോറും ഇല്ലാതെ നല്ല രീതിയിൽ ആ സിനിമയ്ക്കുള്ളിലെ സിനിമയെ അവതരിപ്പിച്ചെടുത്തതിൽ ഒരു രക്ഷയുമില്ലാത്ത രീതിയിൽ നമുക്ക് എൻഗേജിങ് ആയിട്ട് വന്നെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അഭിനയത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത തരത്തിൽ ധ്യാൻ ശ്രീനിവാസന്റെ ഒരു നമ്മൾ ഇതിനു മുമ്പ് അറിഞ്ഞിരുന്നു, ശരീരമൊക്കെ വണ്ണം കുറച്ച കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂവിലൊക്കെ കണ്ടിരുന്നു. എന്തായാലും തന്നെ ആ ഇന്റർവ്യൂവിൽ എങ്ങനെയാണോ ധ്യാൻ ശ്രീനിവാസൻ ഒരുപാട് ആൾക്കാർ ഒരുപാട് സന്തോഷത്തോടു കൂടി കാത്തിരിക്കുന്ന ഒരു നടനാണെന്നുള്ളത് ഇന്ന് എനിക്ക് തിയേറ്ററിൽ നിന്ന് റെസ്പോൺസ് കണ്ടപ്പോൾ മനസ്സിലായി. കാരണം ധ്യാൻ ശ്രീനിവാസൻ വന്നിട്ട് ഓരോ ഡയലോഗുകൾ പറയുമ്പോഴും കോമഡി ആയാലും അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ ഓരോ അഭിനയ മുഹൂർത്തങ്ങൾ കാണുമ്പോഴും
ഒന്നടങ്കം പ്രേക്ഷകർ കൈയടിക്കുന്ന ഒരു രംഗം നമുക്ക് കാണാൻ സാധിച്ചു. അപ്പൊ ഇന്റർവ്യൂവിലൂടെ ഇദ്ദേഹം ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഡെലിവറി ചെയ്തത് സിനിമയിലൂടെ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പം അദ്ദേഹം അതിനായിട്ട് അങ്ങോട്ട് അഴിഞ്ഞാടിയിരിക്കുകയാണ് ആ സിനിമയ്ക്കകത്തണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ധ്യാൻ ശ്രീനിവാസനൊപ്പം കിടപിടിച്ച് നിൽക്കുന്നത് പ്രണവ് മോഹൻലാലാണ്. ചില ഭാഗങ്ങളിലൊക്കെ നമ്മുടെ ലാലേട്ടന്റെ ആ ഒരു സംഭവങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. എന്തായാലും തന്നെ ഒരു രക്ഷയുമില്ല. കാരണം നമുക്ക് ഹൃദയം സിനിമയ്ക്ക് ശേഷം ഇത്രയും ഗ്യാപ്പ് ഇട്ട ഒരു സിനിമ വരുമ്പം നല്ല രീതിയിൽ അദ്ദേഹം ഡെലിവറി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഭിനയ പാണ്ഡവം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും തന്നെ നല്ല മനോഹരമായിട്ട് അതിന്റെ മേക്കപ്പ് പറയാതിരിക്കാൻ വയ്യ. രണ്ട് കാലഘട്ടത്തിൽ കാണിക്കുന്ന പഴയ കാലഘട്ടം കാണിക്കുമ്പോൾ ഉള്ള മേക്കപ്പില് എനിക്ക് തോന്നുന്നു കല്യാണി പ്രിയദർശന്റെ മേക്കപ്പ് മാത്രമേ എനിക്ക് അത്ര പോരാതെ തോന്നിയുള്ളൂ. പുതിയ കാലഘട്ടം വരുമ്പോൾ ഇച്ചിരി ഏജ് ഓവർ കാണിക്കുന്ന ടൈമിൽ ബാക്കി എല്ലാവരും തന്നെ മേക്കപ്പിലായാലും എല്ലാ കാര്യത്തിലും ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിലും ആ ഒരു ഫ്ലോട്ട് അവിടെ ഒക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അന്തരീക്ഷം ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാം നല്ല ഗംഭീരമായിട്ട് വന്നു തന്നെ നിസ്സംശയം പറയാൻ സാധിക്കും. പിന്നെ കല്യാണി പ്രിയദർശനാണ് അദ്ദേഹം കുഴപ്പമില്ലാത്ത രീതിയിൽ അഭിനയിച്ചു എന്നുള്ളതല്ലാതെ വലിയൊരു ഔട്ട്പുട്ട് നമുക്ക് അതിൽ നിന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. പിന്നെ അജു വർഗീസ് ആണെങ്കിൽ ഒരു രക്ഷയുമില്ല. നല്ല രീതിയിലുള്ള ആ ഒരു സിനിമയ്ക്ക് എന്താണോ ആവശ്യം ആ ഒരു റോള് കൈകാര്യം ചെയ്തു. അത് നല്ല ബ്രില്യൻ്റ് ആയിട്ട് രണ്ട് റോളും പക്കയായിട്ട് ചെയ്തെന്നുള്ളത് എനിക്ക് നിസ്സംശയം പറയാൻ തോന്നുന്നു. പിന്നെ ബേസിൽ ജോസഫ് കുറച്ച് സമയമുള്ളെങ്കിലും നല്ല രീതിയിൽ ആ ഒരു സിനിമയുടെ എന്റർടൈൻമെന്റ് നമ്മൾ പതിവ് കാണുന്ന ആ ഒരു രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് അഭിനയിച്ച് നമുക്ക് എൻഗേജിങ് ആയിട്ട് നല്ലൊരു ഇഷ്ടം തോന്നുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ അഭിനയം എത്തി. നീരജ് മാധവ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ആസിഫ് അലി, അങ്ങനെ കുറെ അധികം താരനിരകൾ തന്നെ ഒരു സമ്പ്രദായമായിട്ടുള്ള താരനിരയെ തന്നെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. നമുക്ക് ഒരാളെ വിട്ടുപോകാൻ പറ്റില്ല. മറ്റാരുമല്ല, നിവിൻ പോളി എന്ന് പറയുന്ന ആ നടനെ ഒരു 7-8 സിനിമകൾ പൊട്ടി അങ്ങോട്ട് നീക്കുമ്പം അദ്ദേഹത്തിന്റെ ആ ഒരു സംഭവ ബഹുലമായിട്ടുള്ള അഭിനയ താണ്ഡവം ഉണ്ടല്ലോ ഈ സിനിമയ്ക്കകത്ത് ഒരു രക്ഷമില്ലാത്ത പൊളിച്ചടുക്കിയിരിക്കുന്നത് ശരിക്കും പറയാൻ നിവിൻ പോളിയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അദ്ദേഹത്തിൽ നിന്നും നമ്മൾ ഇതായിരുന്നു പ്രതീക്ഷിച്ചത്. എന്താണോ പ്രതീക്ഷിച്ചത് അദ്ദേഹം തന്നെ ട്രോളുന്ന പല രംഗങ്ങളും ഈ സിനിമയിലുണ്ട്. എന്തായാലും തന്നെ ഒരു രക്ഷയുമില്ലാത്ത ഒരു 40 മിനിറ്റ് 30 മിനിറ്റോ മറ്റോ കാണുമായിരിക്കും നിവിൻ പോളി. ആ ഉള്ള അത്രയും ഉണ്ടല്ലോ സ്കോർ ചെയ്ത് അങ്ങ് കൊണ്ടുപോയെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ സിനിമയിൽ ഏറ്റവും വലിയ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു മാസിന് മാസ്, കോമഡിക്ക് കോമഡി, എല്ലാം കൊണ്ടും ഒരു 10-25 മിനിറ്റ് അദ്ദേഹം അഭിനയിച്ച് അത്രയും വന്നിട്ട് ഈ ഇപ്പം പറഞ്ഞ നടന്മാരെ എല്ലാം കവച്ചു വെച്ച് വേറെ ലെവൽ എക്സ്പീരിയൻസിലൂടെ തിയേറ്ററുകളിൽ ഒന്നടങ്കം ചിരിയുടെ മാലപ്പടക്കം കൈയടിക്കുന്ന തരത്തിൽ മാസീവായിട്ട് ഒരു വെറൈറ്റി തരത്തില് നിവിൻ പോളിയെ നമ്മൾ കാത്തിരുന്ന ആ ഒരു കഥാപാത്രത്തിനെ ഈ സിനിമയിലൂടെ നമുക്ക് ഡെലിവറി ചെയ്യാനായിട്ട് വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഡയറക്ടർക്ക് നിവിൻ പോളിയിലൂടെ നമുക്ക് തന്നിരിക്കുകയാണ്. എന്താണോ നമ്മൾ ആഗ്രഹിച്ച അതിനേക്കാൾ കിടുക്കാച്ചി സാധനം നിവിൻ പോളിയിലൂടെ നമുക്ക് കിട്ടിയെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. പിന്നെ ബാക്കി എല്ലാവരും തന്നെ ആരും തന്നെ മോശമാക്കിയിട്ടില്ല. ഇതിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാക്ക് മാറി കയറുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. സെക്കൻഡ് ഹാഫ് സിനിമയ്ക്കുള്ളിലെ സിനിമകളാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. അത് രണ്ടും ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് തീരുന്നില്ലല്ലോ കാരണം ഒത്തിരി നേരം നീണ്ടുപോയതുപോലെ തോന്നി. എങ്കിൽ തന്നെ കുഴപ്പമില്ല, അത്യാവശ്യം ഫസ്റ്റ് ഹാഫ് തന്നെ നല്ലൊരു ലെങ്ത് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേന് ആ ഒരു പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഇച്ചിരി ഡ്യൂറേഷൻ കൂടുതലാണോ എന്നുള്ളത് സംശയമായിട്ട് തോന്നിയിരുന്നു. പക്ഷെ സിനിമയെ അത് ഒരു കാരണവശാലും ബാധിക്കില്ല. എന്തായാലും തന്നെ അടുത്ത മലയാള സിനിമയിലെ ഒരു വിനീത് ശ്രീനിവാസന്റെ ഒരു ഫാമിലി ഗുഡ് മൂവി എല്ലാവർക്കും കുടുംബസമേതം പോയി കാണാനായിട്ട് പറ്റുന്ന ഒരു സിനിമ ഇറക്കിയിരിക്കുകയാണ്. സിനിമ വൻ ഹിറ്റ് ആവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. എന്തായാലും തന്നെ ആവേശം സിനിമ യൂത്ത് ഓഡിയൻസിനെ എല്ലാവരും തിയേറ്ററുകളിലേക്ക് അടുപ്പിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ സിനിമ ഫാമിലീസിനെ അടുപ്പിക്കുന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇനി ഇച്ചിരി കഴിയുമ്പോൾ ജയ് ഗണേഷ് സിനിമ കണ്ടിട്ടുണ്ട്, അതിന്റെ റിവ്യൂ ആയിട്ട് വരുന്നതാണ്. അപ്പം ബൈ ബൈ.